പറഞ്ഞിട്ട് മരിച്ചുകൂടെയോ? ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ യോബിന്റെ ഭാര്യയ്ക്ക് ഒരു മനുഷ്യനില്ലാതുകൊണ്ടാണ് അവൾ പറയുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ വിവാഹം രണ്ട് മാതാപിതാക്കളാൽ പല ദേശങ്ങളിൽ വളർന്ന് മാതാപിതാക്കളോടൊത്ത് ജീവിച്ചു വന്ന സമയങ്ങൾ കഴിഞ്ഞു ഒരു വിവാഹ സമയമാകുമ്പോൾ ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്ത് മാറിക്കഴിഞ്ഞാൽ വിവാഹം കരം കൊടുത്ത് ആ ദൗത്യം നിറവേറുമ്പോൾ രണ്ട് ശരീരങ്ങൾ ഒന്നായി മാറുന്നു. ഒരു പിതാവിനോടും മാതാവിനോടുമുള്ള സ്നേഹം വിട്ട് തൻ്റെ ഭർത്താവിനോട് ചേർന്ന് ഏക ശരീരമായി മാറി അവർ ജീവിതം ആരംഭിച്ചു. അത് പിന്നെ രണ്ടെന്നല്ല, അവർ ഒന്നാണ്, ഒരു അഭിപ്രായത്തിലാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇയ്യോബ് വലിയ ധനവാനായിരുന്നു, അവന് സൗന്ദര്യമുള്ള നല്ല മക്കളുമാരുണ്ട്, അവന് വേണ്ടുന്നതായ ധനശേഖരങ്ങളുണ്ട്, മൃഗസമ്പത്തുകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇയ്യോബിനെ ഈ ഭക്തിയൊക്കെ കണ്ടുകൊണ്ട് ദുഷ്ടനായിരിക്കുന്ന പിശാച് പറഞ്ഞ് ദൈവത്തോട് പറഞ്ഞ അവൻ്റെ വിശ്വാസം ഞാനൊന്ന് കാണിച്ചു തരാം, എന്നെ തിരിച്ചു പറയുന്നത് അവൻ എൻ്റെ കൈ തരാം. യഹോവയാം ദൈവം അവൻ്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, അവൻ്റെ പ്രാണനെ മാത്രം നീ തുടരുന്നു. ഈ പ്രാണൻ യഹോവയാം ദൈവം കൊടുത്തതാണ് ഒരു മനുഷ്യൻ, ഇതിൽ മാത്രം പിശാചിന് അധികാരമില്ല എന്നുള്ളതാണ്. തൻ്റെ അവസ്ഥയിൽ തൻ്റെ പുത്രസമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു. യോബിന്റെ ഭാര്യയ്ക്ക് യാതൊരു വിഷമവും തോന്നില്ല. തൻ്റെ ധനസമ്പത്തുകളെല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ ദാസീദാസന്മാരെല്ലാം നഷ്ടപ്പെട്ടു. അവിടെയൊന്നും യോബിന്റെ ഭാര്യയ്ക്ക് യാതൊരു പ്രയാസവും തോന്നില്ല. തൻ്റെ ആടുമാട് യാതൊക്കെയും നഷ്ടപ്പെട്ടു, എല്ലാം പോയി കഴിഞ്ഞു. വീണ്ടും ഇയ്യോബിനെ രോഗം പിടികൊണ്ടു. തൻ്റെ ശരീരം മൊത്തവും വ്രണങ്ങളാൽ മൂടപ്പെട്ടപ്പോൾ അതുവരെയും ഒന്നും പറയാതിരുന്ന ഇയ്യോബിന്റെ ഭാര്യ തൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥയും ആ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുർഗന്ധവും ഒക്കെയും സൂക്ഷിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ വ്രണങ്ങളെ ചൊറിഞ്ഞു കൊടുക്കുക. പുഴുക്കൾ ആ വ്രണങ്ങളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സ്നേഹത്തോടെയാണ് യോബിന്റെ ഭാര്യ പറയുന്നത്, നീ സേവിക്കുന്നതിന്റെ ദൈവത്തെ ത്യജിച്ചുള്ളത് എനിക്ക് മരിച്ചുകൂടെയോ? അനേക ഭക്തന്മാർ പറയുന്ന സ്നേഹത്തോടെ അല്ല എന്നുള്ളത് പറയുമ്പോൾ ഇവിടെ സ്നേഹത്തോടെയാണ് യോബിന്റെ ഭാര്യ പറയുന്നത്. കാരണം ഈ ദുർഗന്ധം ഭവിച്ചതായ ഈ ജീവിതത്തിൽ ഇനിയെങ്കിലും നീ ഒന്ന് മരിച്ചു കിട്ടിയാൽ നല്ലതല്ലയോ എന്നാണ്. ഇത്ര കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടത് നമ്മുടെ ജീവിതയാത്ര നാം 10 ദിവസം കിടക്കുമ്പോൾ നമ്മുടെ ഭാര്യമാർ നമ്മളെ ശുശ്രൂഷിക്കുമ്പോൾ ചില ഭാര്യമാർ, എല്ലാവരും ഇല്ല, ചില ഭാര്യമാർ അവരിങ്ങനെ പറയും, ഇത് മരിച്ചു കിട്ടിയ പോളായിരുന്നു. കാരണം ശുശ്രൂഷിച്ച് ആ ഭർത്താവ് കിടക്കുന്ന കിടപ്പിൽ തൻ്റെ എല്ലാ ആവശ്യങ്ങളും ഭാര്യമാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് ക്ഷീണിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പദമാണ്. എന്നാൽ സ്നേഹത്തോടാണ് അത് പറയുന്നത്. അത് കഷ്ടപ്പെടാതെ നമ്മൾ മരണപ്പെട്ട് ദൈവസന്നിധിയിൽ പോകാനാണ്. ഇത്ര വാത്സല്യത്തോടെ പറയുന്ന ഭാര്യമാർ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് മറ്റൊരു കൂട്ടാൻ നോക്കത്തില്ല. ചിലപ്പോൾ കയറുമെന്ന് പറയുന്നവരുണ്ട്, എന്നാൽ സ്നേഹസമ്പന്നരായി എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഇവിടെ യോബിന്റെ ഭാര്യയുടെ ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ കൂട്ടാളികളെ നമ്മൾ സ്നേഹിക്കുകയും നമ്മെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ നിന്ന് പ്രത്യേകപരമായി മുഴുവൻ ലഭിക്കുന്നതായ സ്നേഹം അത് വലുതായിരിക്കും എന്നുള്ളതാണ്. എത്രത്തോളം നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുന്നു അത്രത്തോളം സ്നേഹം നമുക്ക് തിരിച്ചു. ഇതേ അവസ്ഥയാണ് നമ്മുടെ പിതാവ് ദൈവത്തോട് നാം അടുത്ത് ചെയ്യുമ്പോൾ നാം അവൻ്റെ മണവാട്ടികളായി അടുത്ത് ചെന്ന്
അവൻ ഉദ്ദേശം ചെയ്തിട്ട് പോയിരിക്കുന്ന അവൻ വീണ്ടും വരുമ്പോൾ നമ്മുടെ ദൈവം നമ്മെയും വളരെ സ്നേഹസമ്പന്നരോടാണ്. അവൻ കല്യാണ നിശ്ചയം ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൻ പോയതല്ല. അവൻ പോയിട്ട് നമ്മെ വിവാഹം കഴിച്ച് നമ്മെ പാർപ്പിക്കാൻ ഒരു പാർപ്പിടം ഉണ്ടാക്കാനും, അത് മാത്രമല്ല അവൻ അവിടെ ആയിരുന്നു എങ്കിലും നമ്മെ ഉറ്റുനോക്കിക്കൊണ്ട് നമുക്കൊരു കേടും വരാതെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ദൈവത്തെ നാം ഒരിക്കലും മറക്കുവാനോ അവന് തിരിച്ചു പറയാനോ കഴിയത്തില്ല. കാരണം നമ്മുടെ ഏത് രോഗാവസ്ഥയിലും നമ്മുടെ ഏത് പ്രതിസന്ധിയുടെ പക്കിലായാലും അവൻ നമ്മെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രതിസന്ധികളൊക്കെ മാറ്റി ഇസ്രായേൽ ജനത്തിനെ മരുഭൂമിയിൽ കൂടി വഴി കാണിച്ചപ്പോൾ ചെങ്കടലിന്റെ മധ്യത്തിൽ അടുത്ത് വരുമ്പോൾ ഫറവോനും സൈന്യമാണ് പുറകിൽ വരുന്നത്. മുന്നിൽ ചെങ്കടൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചെങ്കടൽ ഒഴുകിക്കൊണ്ടിരിക്കും. അവിടെ ഒരു കാര്യം ദൈവം ചെയ്തോളൂ, പുറകിൽ ദൈവം മാറി നിന്നു, ഒരു മേഘസ്തംഭമായിരുന്നവർ. കാരണം ശത്രു തന്റെ ജനത്തെ തുടരുത്. മുന്നിലുള്ളതായ ശത്രുവിനെ യഹോവയാം ദൈവം തന്റെ ദാസനോട് പറഞ്ഞത് വഴി നീട്ടുക, അത് രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലക്കൂടെ അവരക്കരെ കടന്നു. ഈ യാത്രയിൽ ദൈവത്തിന് അങ്ങനെ ഒരു മനസ്സരിവില്ലായിരുന്നു എങ്കിലും അവിടെ വെച്ച് ഫറവോനും സൈന്യം അവരെ പിടിച്ചെട്ടി വീണ്ടും അവരെ അവരുടെ രാജ്യത്തിലേക്ക് പോയി അടിമകളായി. എന്നാൽ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനായിരുന്നുകൊണ്ട് അവരെ അക്കരെ കടത്തി വിട്ടു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഫറവോനും സൈന്യത്തെയും ആ ദൈവം നശിപ്പിക്കാൻ തക്കണയിടയായി. നമ്മുടെ ജീവിതയാത്രയിലും നമുക്കെതിരെ വരുന്ന പ്രതികൂലങ്ങൾക്കും ശത്രു കൊണ്ടുവരുന്ന ഈ എല്ലാ തീയമ്പുകളെയും ദൈവം മാറ്റി നമ്മെ സന്തോഷത്തോടെ മുന്നോട്ട് വഴി നടത്തും. ശത്രുവിന്റെ മധ്യത്തിലും വേഷ ഒരുക്കി തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാക്കി. ആ ദൈവം നമ്മളെ കരപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇല്ലായ്മയിൽ ഉളവാക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ പാതപീഠത്തിൽ നാം ആയിരുന്നത് അവനോട് പറ്റിച്ചേർന്ന് അവനോട് സംസാരിച്ചുകൊണ്ട് അവന്റെ പാതപീഠത്തിൽ അവനോടൊത്ത് നടന്നുകൊണ്ട് ദിനം പ്രതി ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഏതവസ്ഥകൾക്കും ഒരു മാറ്റം ഉണ്ടാവും. വരുന്നത് നമ്മുടെ അവസ്ഥ നമ്മെ നശിപ്പിക്കാൻ പറ്റുന്ന ശത്രുവിനെ മുന്നമേ നമുക്ക് അറിവുന്നില്ല. അതിന് നാം ബലം പ്രാപിച്ച് മാറുവാൻ നമ്മുടെ പാതപീഠത്തിന് അവനോട് സംസാരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ എങ്കിലും യാതൊരു കാരണവശാലും ഏത് ശത്രുവിന്റെ മധ്യത്തിലും നമുക്ക് മേശ ഒരുക്കി തന്ന അവൻ നമ്മെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. യോനെ അപ്രകാരമാണ് തന്റെ ജീവിതയാത്രയിൽ അവൻ കാത്തു സൂക്ഷിക്കുന്നത്. എല്ലാം കഴിഞ്ഞു. യഹോവയാം ദൈവം അവന് ഇരട്ടി സമ്പത്തുകൾ കൊടുക്കാനിടയാണ്. നല്ല പുത്രസമ്പത്ത് കൊടുക്കാനിട അനുഗ്രഹിക്കും. എന്നാൽ ആ ദൈവത്തിന്റെ പാതപീഠത്തിൽ അവൻ വിശ്വസ്തയോടെ നിന്നു. നാമം വിശ്വസ്തയോടെ നിന്നാൽ അവൻ നമ്മെ നമ്മെ ധനവാന്മാരാക്കി നമ്മെ വഴി നടത്തും. ഇവിടെ ഉദാഹരണമാണ് ജ്ഞാനിയായ ശലോമോൻ. രാജാവ് ഭരണമേൽക്കുമ്പോൾ വേറൊരു പയ്യനാണ്. അവിടെ ഇസ്രായേൽ ജനത്തിനെ നയിക്കണമെങ്കിൽ തനിക്ക് ജ്ഞാനം വേണം. അവരുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തെ ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. തൻ്റെ പിതാവായിരിക്കുന്ന ദാവീദിനെ പോലെ ഭരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തനിക്ക് ഒരു ജ്ഞാനം വേണം എന്നുള്ളതാണ്. അത് ദൈവത്തോട് അവൻ ചോദിച്ചു. പലരും ചോദിക്കുന്നത് ധനസമ്പത്തുകൾ, പുരാതന സമ്പത്തുകളൊക്കെയാണ് ദൈവത്തോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കുഞ്ഞു ചോദിച്ചത് എനിക്ക് ജ്ഞാനം തരണം, ഈ അങ്ങയുടെ ജലത്തെ മുന്നോട്ട് വഴി നടത്തും. ചോദിച്ചത് അത്രയേ ഉള്ളൂ. എങ്കിലും ആ ചോദ്യത്തിന് ദൈവം വളരെ വില കൊടുത്തു. കാരണം അവന് ജ്ഞാനം കൊടുക്കുകയും ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ ജ്ഞാനം ശലോമോനുണ്ട്. അത് മാത്രമല്ല അവന് കൊടുത്തത്
അവൻ ചോദിക്കാത്ത അറിയിക്കാത്ത അനേക നന്മകൾ അവന് കൊടുക്കുവാൻ തക്കമേല യഹോവയുടെ സന്നിധിയിൽ നാം ചോദിക്കുമ്പോൾ നല്ല വിശ്വസ്തയോടെ ആയിരുന്നു ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ എവിടായിരുന്നോ ആ സ്ഥലങ്ങളിൽ നാം ദൈവത്തോട് കരഞ്ഞു ചോദിച്ചാൽ ഈ പകൽ ചോദിച്ചാൽ സന്ധ്യാവേളയിൽ പ്രഭാതത്തിലല്ല സന്ധ്യാവേളയിൽ നിങ്ങളുടെ കയ്യിൽ തരുന്നത് ദൈവമാണ്. അനുഭവത്തിൽ കൂടെയാണ് പലപ്പോഴും ദൈവത്തോട് ഞാൻ ചോദിച്ചത് ജോലി കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ സമയങ്ങളിലാണ് ചോദിക്കുന്നതെങ്കിൽ വൈകിയ വേളയിൽ ദൈവം അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അനുഭവത്തിലും കൂടെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നാം അത് പലരുടെ മധ്യത്തിൽ അത് പ്രസ്താവിക്കുമ്പോൾ അവന് ആ ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ ഇടയാണ്. ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഒഴിവാക്കുന്നത് നമുക്ക് ആ സാക്ഷി അത് മറ്റൊരുത്തിലൂടെ പറയുമ്പോൾ അവൻ ആ സാക്ഷി മനസ്സിൽ അത് വെച്ചുകൊണ്ട് അവൻ ദൈവത്തോട് ചോദിച്ചതാണ്. ദൈവം അങ്ങനെയാണ് അവന്റെ വഴികളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ദൈവത്തിന്റെ അടുക്കിലായിരുന്നു യോബിന്റെ ഭാര്യയെ പോലെ വളരെ വിശ്വസ്തയോടെ സ്നേഹസമ്പന്നരോടെ ആയിരുന്നു നമുക്ക് ദൈവത്തെ അതിയായി സ്തുതിക്കാം, മഹത്വപ്പെടുത്താം എന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൽ താടിയിരിക്കും. നിങ്ങൾ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ നന്ദി പറഞ്ഞാട് ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ശബ്ദം കർത്താവ് കൊടുത്തത് നിയോഗം അത് നമ്മളോട് പ്രസ്താവിക്കാനിടയായി തീർന്നു. രാത്രികാലം തന്നെ ഇന്നത്തെ കുടുംബത്തിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അമീൻ. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ഇടയാകട്ടെ. രാത്രികാലം അമീൻ നമുക്ക് ഒരുമിച്ച് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം 11-ാം വാക്യം വായിച്ചാൽ. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടൽ അരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നു കൂടുന്നത് കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചത്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. അവിടെ പറയുന്നത് വചനത്തിന്റെ കാര്യമാണ്, ശുശ്രൂഷയുടെ കാര്യമാണ്. കർത്താവ് കടന്നു വന്നത് എന്തിനെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ അവിടെ പ്രസ്താവിച്ച് പറയുകയാണ്. ഒരു ഉപമകളിൽ കൂടി കർത്താവ് അത് പറഞ്ഞു കൊടുക്കുകയാണ്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലാകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേര് ഇല്ലായകയാൽ അത് ക്ഷണത്തിൽ ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിന് ഇടയിൽ വീണു. മുള്ള് മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100-60-30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. യേശു തന്റെ ഭവനത്തിൽ നിന്ന് തന്റെ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ താൻ ശുശ്രൂഷയ്ക്കായി കടന്നു പോകുകയാണ്. അപ്പോൾ കടൽക്കരയിലേക്ക് യേശു കടന്നു ചെന്നു. കടൽക്കരയിൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ആളുകൾ ഉള്ളൊരു സ്ഥലമാണ് കടൽക്കര. എപ്പോഴും ആളുകൾ അവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് യേശു ആ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാനിടയായി. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോ വലിയ ജനക്കൂട്ടം യേശുവിന്റെ വാക്കുകൾ കേൾക്കാൻ, അല്ലെങ്കിൽ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങൾ, ദൈവശബ്ദം കേൾക്കുവാൻ വലിയൊരു കൂട്ടം ജനം
കടൽക്കരയിലേക്ക് കടന്നു വരുവാനിടയായിട്ടുണ്ട്. നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ജലത്തിന്റെ പെരുപ്പം മൂലം യേശു പടകിലിരുന്നു. യേശു പടകിലിരുന്നു. പടകിലിരുന്നു കൊണ്ട് ആ ജനത്തോട് ഉപമകളാ ചില ദൈവിക മർമ്മങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ്. ഉപമകളാ പറഞ്ഞു കൊടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവർക്ക് അറിയത്തില്ല ഇത് എന്താണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ഉപമകളിൽ കൂടെയാണ് കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. ആമേൻ. അല്ലെങ്കിൽ നമുക്ക് ആമേൻ മത്തായി, മർക്കോസ്, ഹല്ലേലൂയയോട് ഉള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതലും അതിനകത്ത് ഒത്തിരി ആമേൻ ഹല്ലേലൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാര്യം കാണാൻ കഴിയും. ഇവിടെയും അവർ അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഇവിടെ പറയുന്നു, വിതയ്ക്കുന്നവൻ വിത്ത് വിതപ്പാൻ പുറപ്പെടുന്നു. അതൊരു മർമ്മമാണ് പറയുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ അസാധാരണമായ ഒരു മർമ്മമായി യേശു പറയുന്നത്, ഒരു വിതയ്ക്കാൻ പോകുന്ന നിലം ഒരുങ്ങിക്കിടക്കുകയാണ്. ആ വിതയ്ക്കാനായി പോകുന്ന ഒരു മനുഷ്യനെ ഉപമപ്പെടുത്തിക്കൊണ്ട് സാമ്യപ്പെടുത്തിക്കൊണ്ട് യേശു പറയുന്നതാണ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വിത്ത് വിതപ്പാനായി പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് ഈ മനുഷ്യൻ വിതയ്ക്കുമ്പോൾ നമുക്കറിയാം, ഈ വിത്ത് പണ്ട് കാലങ്ങളിൽ വയലിൽ കൃഷി ചെയ്യുന്നവർക്കറിയാം, വിത്ത് വിതയ്ക്കുന്നത് അറിയാം. അത് വിതയ്ക്കുമ്പോൾ അതിനൊരു ഒരു 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 ഇതുണ്ട്. അവർക്ക് അതിൻ്റെതായ ഒരു വശമുണ്ട്. ആ ഒരു പിടി വിത്ത് എടുത്തു കഴിഞ്ഞാൽ അത് അവർക്കൊരു നിശ്ചയമുണ്ട്, അത് ഇന്ന സ്ഥലങ്ങളിൽ ചെന്ന് വീഴുമെന്ന്. അങ്ങനെ അത് വിതറിയിടുന്നത്. ഹല്ലേലൂയ. അങ്ങനെ കൂടിയും കുറഞ്ഞും ഒന്നും പോകുന്നില്ല, അത് ഒരേ ലെവലിൽ വീഴും. അപ്പോൾ ആ മനുഷ്യനെ ഉപമപ്പെടുത്തിക്കൊണ്ട് യേശു പറയുകയാണ്, ഒരുവൻ വിത്ത് വിതയ്ക്കുവാനായി പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു. വിതയ്ക്കുമ്പോൾ വിതക്കാരന്റെ കയ്യിൽ നിന്ന് ചിലത് ചെയ്തു വഴിയരിയിലേക്ക് വീണു. അത് പറവകൾ വന്ന് കൊത്തി തിന്നു കളഞ്ഞു. അടുത്തത് ചിലത് ഒരുക്കിയ നിലമാണ് കിടക്കുന്നത്. പക്ഷെ ചില ഭാഗങ്ങളിൽ പാറകളുണ്ട്. അവിടെ ചേറില്ല. അവിടെ പാറകൾ ഉന്തി നിൽക്കുന്ന ചില ഭാഗങ്ങൾ. അതിന്റെ മേളിൽ എന്ത് ചെയ്തു? വിതച്ചവന്റെ വിത്ത് എന്ത് ചെയ്തു? വീണു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് അതിന്റെ മേൽ വീണത് കൊണ്ട് മണ്ണിന് താഴ്ചയില്ലായകയാൽ, മണ്ണ് അതിന്റെ മേളിൽ ചെളിയില്ലായകയാൽ, അതിന് താഴ്ച വേര് ഊന്നി പോകാൻ താഴ്ചയില്ലായകയാൽ അത് ചെയ്തു. ക്ഷണത്തിൽ മുളച്ചു വന്നു. അത് ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ അത് ക്ഷണത്തിൽ മുളച്ചു വന്നു. മറ്റുള്ളതായിരിക്കുന്ന വിത്തുകൾ മുളയ്ക്കുന്നത് പോലെ അത് മുളച്ചു വന്നു. പക്ഷേ ആമീൻ ഹല്ലേലൂയ, സൂര്യൻ ഉദിച്ചപ്പോൾ അതിന് ചൂട് തട്ടി. അതിന് താഴ്ചയിലേക്ക് വേറില്ലാകയാൽ അത് ക്ഷണത്തിൽ എന്ത് ചെയ്തു? ഉണങ്ങി വാടിപ്പോകാനിടയായിട്ട്. അടുത്തത് മറ്റു ചിലത് ഈ വിതച്ച മനുഷ്യൻ വിതയ്ക്കുമ്പോൾ മുള്ളിനിടയിലേക്ക് വീഴുവാനിടയായിട്ട്. തെറിച്ച് വിത്ത് വിതറിയ സമയത്ത് തെറിച്ച് മുള്ളുകൾക്കിടയിലേക്ക് വീഴുവാനിടയായിട്ട്. മുള്ളു മുളച്ചു വളർന്നു. അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഫലം കൊടുക്കേണ്ടതായിരിക്കുന്ന ഈ വിത്ത് ചെന്ന് ചില മുള്ളുകൾക്കിടയിലേക്ക് വീണു. ഇത് മുളച്ചു. പക്ഷേ ഈ മുള്ളുകൾ ഇതിനെ ചെയ്തു? ഞെരുക്കി. ഇതിനെ വളർന്നു വരുവാൻ കഴിയാതെ വണ്ണം ഇതിനെ ഞെരുക്കിക്കളഞ്ഞു. അസതമായ മർമ്മമായി യേശു പറയുന്നത്. ഹല്ലേലൂയ. ഇതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അടുത്തത് പറയുന്നു, മറ്റു ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണു. 100, 60, 30 അത് വിതച്ചവൻ ആഗ്രഹിച്ചതുപോലെ, വിതച്ചവന്റെ ഉള്ളിലെ ആഗ്രഹം പോലെ നല്ല സ്ഥലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുകയാണ്. അത് 100, 60, 30 മേനിയായി വിളഞ്ഞു.
യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. ഇത് മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ജനത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അവർക്ക് ബോധ്യം വന്നിട്ടില്ല, അവർ ഗ്രഹിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, നീ ഇങ്ങനെ ഉപമകളാണ് സംസാരിക്കുന്നത് എന്താണ്? അവൻ ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, നീ ഉപമകളാൽ സംസാരിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. അത് അവൻ അതിന്റെ അടുത്ത അധ്യായത്തോട് മറിച്ചാണ്. അതിന്റെ 16-ാം വാക്യത്തിൽ യേശു അതിനെ തെളിയിച്ചു കൊടുക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ കണ്ണ് കാണുന്നത് കൊണ്ടും നിങ്ങളുടെ ചെവി കേൾക്കുന്നത് കൊണ്ടും ഭാഗ്യമുള്ളവ. ഏറിയ പ്രവാചകന്മാരും നീതിമാന്മാരും നിങ്ങൾ കാണുന്നത് കാണുവാൻ ആഗ്രഹിച്ചിട്ടും കണ്ടില്ല, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കുവാൻ ആഗ്രഹിച്ചിട്ടും കേട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളുകയും. അത് അവിടെ മുതലാണ് ഇതിന്റെ യഥാർത്ഥമായ പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ് ജനത്തിന്. ആമേൻ. കേട്ടുകൊണ്ടിരുന്നവരുടെ അവർ ഉപമ കേട്ടു, അവർക്ക് എന്തെന്ന് അറിയത്തില്ല. ആമേൻ. ഇന്നത്തെ കാലഘട്ടത്തിലും അതാ, നമ്മളെല്ലാവരും വചനം കേൾക്കാൻ പോകും, നമ്മളെല്ലാവരും ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനായിട്ട് പള്ളിയിലേക്ക് പോകും. പക്ഷേ ദൈവത്തിന്റെ തിരുവചനങ്ങളെ ആമേൻ അവിടെ പ്രഘോഷിക്കുമ്പോൾ അതെന്തെന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. നമുക്കത് എന്താണെന്ന് നമുക്കത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് കർത്താവിനോട് അടുക്കുവാൻ കഴിയുന്നില്ല. അവൻ യേശു ആരാന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ യേശു ഈ ജനത്തിന് അത് പൊരുൾ തിരിച്ചു കൊടുക്കുകയാണ്. ഒരുത്തന്റെ ആദ്യത്തിന്റെ വചനം കേട്ടിട്ട് അവൻ എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊണ്ടി. ഒരുവൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതിരുന്നാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് വ്യക്തമായിട്ട് നിങ്ങളത് വായിച്ചു നോക്കിക്കോണേ. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയും. ഇത് ഏത് രാജ്യത്തെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? ഈ പറയുന്ന രാജ്യം സ്വർഗരാജ്യത്തെ കുറിച്ചാണ് തമ്പുരാൻ വെളിപ്പെടുത്തുന്നത്. അത് ഉപമയിൽ കൂടെ കൊണ്ടുവന്നു. അതിനുശേഷം അവർക്ക് മനസ്സിലാകാതെ വന്നപ്പോൾ അവനത് പൊരുൾ തിരിച്ചു കൊടുക്കുകയും. സ്തോത്രം. സ്വർഗരാജ്യത്തെ കുറിച്ച് യേശു പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിതയെ കുറിച്ച്, ഈ വിതയ്ക്കുന്ന വിത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ വിതയ്ക്കുന്ന മനുഷ്യൻ ആരാണ്, എന്താണ് വിതയ്ക്കുന്നത്, അവൻ ഇത് ആർക്ക് വേണ്ടിയാണ് വിതയ്ക്കുന്നത്, അവൻ ഇതിനെ കുറിച്ച് തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുക്കുന്ന വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേട്ടത്. അല്ലെങ്കിൽ എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമ കേട്ടുകൊള്ളി. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ, രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ, ഒന്ന് ഓർത്തോണേ, സ്വർഗത്തിലേക്കുള്ള സന്ദേശം കേട്ടിട്ട് നമ്മൾ ഗ്രഹിക്കാതിരുന്ന, കഥ പറയുന്നു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. എന്തിനാണ് മടങ്ങി വരുന്നത്? നിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യമുണ്ട്, ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, അനേക കൂടാരങ്ങൾ പണിയുന്നുണ്ട്. അവൻ എന്തിനാണ് പണിയുന്നത്? അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വസിക്കാൻ വേണ്ടിയാണ്. സ്വർഗാദി സ്വർഗങ്ങളിൽ തമ്പുരാൻ ഇതിങ്ങനെ പണിതിടുന്നത്. അപ്പോൾ ഈ രാജ്യത്തിന്റെ വചനമാണ് ഈ മനുഷ്യൻ അവൻ കൈമാറുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയുടെ സ്തോത്രം. ഇത് ഗ്രഹിച്ചാൽ മാത്രമേ, ഇത് എന്തെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ സന്ദേശത്തിലേക്ക് നമുക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ വഴിയിലേക്ക്, അല്ലെങ്കിൽ ആ ട്രാക്കിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളൊരു ട്രാഫിക്കിൽ ചെന്നാൽ, ഒരു 4 വഴി കൂടുന്ന ഒരു വലിയ ട്രാഫിക്കിലേക്ക് നമ്മൾ ചെന്നാൽ, അവിടെ സിഗ്നൽ കൊടുത്തിട്ടുണ്ട്, അവിടെ ആരോ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇന്നടത്തോട്ട് പോകേണ്ടത് വഴി ഇന്നതാണ്, ഇന്നടത്തോട്ട് പോകേണ്ട വഴി ഇന്നതാണ്. ഇങ്ങനെ എല്ലായിടത്തും എടുത്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഗ്രഹിക്കാതെ, അത് നോക്കിയിട്ട് ആ ഭാഗത്തോട്ട് അല്ലാതെ നമ്മൾ മറ്റൊരിടത്തോട്ട് പോയാലോ
നമ്മൾ വലഞ്ഞു പോകും. ആമേൻ. നമ്മൾ ചെന്ന് എത്തേണ്ട സ്ഥലത്തെത്തില്ല, നമ്മൾ എത്തത്തില്ല. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. രാത്രി ഞങ്ങള് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങൾക്ക് വഴിയൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ നോക്കി പോവുക. അപ്പൊ ഇങ്ങനെ പോയ സമയത്ത് ഒത്തിരി എടുത്ത് ചെന്നപ്പം റോഡുകൾ പണിയും കാര്യങ്ങളുമായിട്ട് ഈ ഫോണിൽ കൂടി ഇതിങ്ങനെ പറയുന്ന അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി 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 ചെന്ന് അവസാനം ചെന്നപ്പം വഴിയില്ലാത്തത് എന്ത് ചെയ്തു? ചെന്നു. അപ്പോൾ യഥാർത്ഥമായി നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയാതെ നമ്മൾ അവൻ യാത്ര ചെയ്താൽ എന്ത് ചെയ്യും? നമ്മൾ ചെന്നത് ഒരു ദിവസം നമ്മുടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ശൂരനായിട്ട് രാത്രി മീറ്റിംഗ് കഴിഞ്ഞിട്ട് രാത്രി ഇങ്ങനെ വരിക. തിരിച്ചു വരുമ്പോൾ വഴി പണി നടക്കും, ബ്ലോക്കാം. അപ്പം ഇങ്ങനെ വേറെ വഴി ഇങ്ങനെ ഓടി 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 വന്നിട്ട് ഈ ഇത് നോക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. വന്ന് ഒരു ചെറിയ വഴി കൂടെ വന്ന് ചെന്ന് ഇറങ്ങിയത് വയലിന്റെ ശേഷം പിന്നെ അങ്ങോട്ട് വഴിയില്ല. ഈ വയലിന്റെ അവിടെ വരെ ഒരു വഴി, അവിടെ വണ്ടി തിരിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലമില്ലാത്തൊരു സ്ഥലത്തേക്ക് വണ്ടി ജഗന വണ്ടി പോയി. അവിടെ കൊണ്ടത് വണ്ടി നിൽക്കും. പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റും? മനസ്സിലായി? അപ്പം വഴി നമ്മുടെ നിശ്ചയം മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചെന്ന് അഗാധമായ കുഴിച്ചിട്ടാണ്. അപ്പൊ ഇത് തമ്പുരാൻ പറയുകയാണ്, സ്വർഗരാജ്യത്തേക്ക് നിങ്ങൾക്ക് പോകേണ്ടതായ വഴിയെ അത് ഹല്ലേലൂയ തമ്പുരാൻ ഉപമകളിൽ കൂടി പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കാത്തത് കൊണ്ട് അവൻ ഹല്ലേലൂയ അത് പൊരുൾ തിരിച്ച് ദൃഢമായ നിലവാരങ്ങളിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ഒരുവൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. കേട്ടോ? ആമേൻ. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. ആമേൻ. ഹല്ലേലൂയ. ഇതത്രേ വഴിയരികിൽ വിതയ്ക്കപ്പെട്ടത്. ഗ്രഹിക്കാതെ പോയ ആമേൻ വഴിയിൽ വിത്ത് വീണതുപോലെ ആമേൻ പറവകൾ വന്ന് കൊത്തിയെടുത്തു കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അവസ്ഥ, ദൈവമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് എന്ത് ചെയ്യും? അറ്റുപോകുവാൻ ഇടയായിട്ട്. അടുത്തതൊന്ന് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. അടുത്തത് പറയുന്നു, അവർക്ക് വീണ്ടും വെളിപ്പെടുത്തി കൊടുക്കുകയും പാറസ്ഥലത്തെ കുറിച്ച് തമ്പുരാൻ പറഞ്ഞു അതിനെ വെളിപ്പെടുത്തി കൊടുക്കുക. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളും. എങ്കിലും അത് നമ്മൾക്ക് ഗ്രഹിക്കാവുന്നേ ഉള്ളൂ. അവിടെ പറയുന്നത് അത് പാറസ്ഥലത്തെ കുറിച്ച് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കുറിച്ച് തമ്പുരാൻ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, വചനം അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വീണു. പക്ഷേ അത് പാറ പോലെ വേരിൽ അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് അത് ആഴമായി ഇറങ്ങാതിരുന്നത് കൊണ്ട് വെയിൽ സൂര്യൻ അടിച്ചപ്പോൾ പ്രതികൂലമാകുന്ന ശക്തി, സൂര്യൻ എന്ന ശക്തി അവന്റെ മേൽ അടിച്ചപ്പോൾ അതെന്ത് ചെയ്തു? വാടിപ്പോയി. ഹല്ലേലൂയ. അവിടെ മാനവീയ നമുക്ക് അതിനെ കുറിച്ച് അതിന്റെ ആഴമായ ചിന്തകൾ പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടെ വചനം കേൾക്കും, സന്തോഷത്തോടെ കേട്ട സ്ഥലത്ത് നമ്മൾ എഴുന്നേൽക്കും. പക്ഷെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ലോകമാകുന്ന വെയിൽ, ലോകമാകുന്ന പ്രതികൂല ശക്തി നമ്മുടെ നേരെ അടിക്കുമ്പോൾ ഈ വചനം അകത്തളങ്ങളിൽ ക്രിയ ചെയ്യാത്തതും ആഴമായി ഇറങ്ങാത്തതും കൊണ്ട് ഇതെന്തെയും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപോകുവാനായി. ഹല്ലേലൂയ. അടുത്തത് അവൻ ക്ഷണത്തിൽ ഇടറി പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വാഞ്ചയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു.
നല്ല സ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നത് ആകുന്നു. നമ്മളെ കുറിച്ചാണ് തമ്പുരാൻ പറയുന്നത്. 22 വാക്യത്തിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വാഞ്ചയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി തീരുന്നു. വചനം കേൾക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് കേട്ടതിന് ശേഷം ശത്രുവായവൻ അകത്തളങ്ങളിൽ പ്രവർത്തിച്ചിട്ട് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത, ഈ ലോകത്തിന്റെ, നമ്മൾ ഇരിക്കും, പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കും, ഒക്കെ ചെയ്യും. പക്ഷെ പുറത്തോട്ടിറങ്ങുമ്പോൾ, ആ ഒരു അവസരം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങുമ്പോൾ ലോകത്തിന്റെ ചിന്ത, അന്ധകാര ശക്തി നമ്മുടെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോകുക, നിറയ്ക്കാനിടയാണ്. അതങ്ങോട്ട് കയറുമ്പോൾ അവിടെ വായിക്കുന്നത് ധനത്തിന്റെ വാഞ്ച. ലോകത്തിന്റെ ചിന്ത നമ്മുടെ അകത്തളങ്ങളിൽ കയറുമ്പോൾ അടുത്തത് പിന്നെ നമ്മുടെ ഹൃദയത്തിൽ വരുന്നത് ധനത്തിന്റെ ചിന്തയാണ്. എങ്ങനെ ധനം മറ്റുള്ളവർ ഹല്ലേലൂയ ഒരു 10-15 ലക്ഷത്തിന്റെ ഒരു കാർ വാങ്ങിച്ചാൽ ഞാൻ കുറയാൻ പറ്റുമോ? എനിക്ക് അതിലും 2 ലക്ഷം കൂടെ കൂടിയത് വാങ്ങിക്കണം. അവരൊരു 2 നില കെട്ടിടം വെച്ചെങ്കിൽ എനിക്ക് അതിനപ്പുറത്ത് വെക്കണം, കുറച്ചുകൂടെ വിശാലമായ 2 നില വെക്കണം. ഇങ്ങനെയുള്ളതായ ധനത്തിന്റെ മോഹം, ധനത്തിന്റെ ചിന്ത ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരുമ്പോൾ അവിടെ വായിക്കുന്നു, നിന്റെ ജീവിതത്തിൽ 1000 ആണ്ട് കോടാനകോടി വർഷങ്ങൾ നീ ജീവിക്കേണ്ട ഒരു പ്രത്യാശ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ അന്ധകാര ശക്തി എടുത്ത് ദൂരക്കളയുക. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ലോകത്തിന്റെ മോഹങ്ങളും ചിന്തകളും നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ ഏകദേശം 10, 70, 80 വർഷം ഈ ഭൂമിയിൽ അത് കഷ്ടവും പ്രയാസവും ദുരിതവും നിന്നയും പരിഹാസവും അനുഭവിച്ച് ഹല്ലേലൂയ നീ ധനവാനായാലും നിനക്ക് പഴിയുണ്ട്. ഹല്ലേലൂയ ദരിദ്രനായി ജീവിച്ചാലും നിനക്ക് പഴിയുണ്ട്, നിന്നയുണ്ട്. ഇതെല്ലാം ഇവിടെ അനുഭവിച്ച് ഇവിടെ കൊണ്ട് അവസാനിക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നിന്നെ നിത്യത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിക്കണം. ഹല്ലേലൂയ. അവിടെ 1000 കോടിക്കണക്കിന് ഹല്ലേലൂയ ദൂതന്മാരോട് ചേർന്ന് അവിടെ സങ്കടമില്ല, അവിടെ വേദനയില്ല, അവിടെ നിരാശകളില്ല. ഹല്ലേലൂയ. അവിടെ നിന്റെ നേരെ പഴിപറച്ചിലില്ല, അവിടെ നിന്റെ നേരെ നിന്ദാപറച്ചിലില്ല, നിന്റെ മനസ്സിനെ വേദനിപ്പിക്കത്തില്ല. സന്തോഷവും ഉല്ലാസവും ഉള്ള ഹല്ലേലൂയ ഒരു സ്വർഗ്ഗരാജ്യത്തിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കാൻ ഹല്ലേലൂയ ഇവിടെ വചനമാകുന്ന ഹല്ലേലൂയ ആഴമേറിയ മർമ്മങ്ങൾ തമ്പുരാൻ വെളിപ്പെടുത്തുമ്പോൾ അതിനെ ഇല്ലാതാക്കി കളയാൻ, അതിനെ ഗ്രഹിക്കാതിരിക്കാൻ, അതിനെ ദുഷ്ഫലമാക്കി കളയാൻ, അതിനെ ശൂന്യമാക്കി കളയാതെ നിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഉറയ്ക്കാതിരിക്കാൻ അന്ധകാര ശക്തി തന്ത്രങ്ങൾ വിളയുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ ഇത് രാത്രിക്കാലം എത്ര പേർക്ക് മനസ്സുണ്ട്? ഇത് രാത്രിക്കാലം എത്ര പേർ ഏറ്റുപറയുക? എനിക്ക് ആ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ സ്വർഗീയമാകുന്ന വിത്ത്, ആ മരണത്തിന്റെ വിത്ത്, ആഴമായ വിത്ത് എന്റെ ഹൃദയത്തിൽ വീഴട്ടെ. അത് 30, 60, 100 വേറെയായി എന്നിൽ വിളഞ്ഞു വീഴട്ടെ എന്ന് ഹല്ലേലൂയ. അടുത്തത് വായിക്കും, നല്ല നിലത്ത് വീഴും. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഹല്ലേലൂയ ഒരുത്തൻ വചനം കേട്ടു ഗ്രഹിക്കുന്നത് ആകും. ഹല്ലേലൂയ. വചനം കേട്ടിട്ട് നമ്മൾ ചുമ്മാ വചനം കേട്ട് ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ പോകുമല്ല, അത് ഗ്രഹിപ്പാനിടയായി തീരണം. നമ്മൾ ഹല്ലേലൂയ ഒരു ദൈവദാസന്മാർ അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ ദൈവദാസന്മാർ അവിടെ വായിക്കുന്ന വചനം നമ്മളത് ഞെട്ടിക്ക് അല്ലെങ്കിൽ ആ ഭാഗം മടക്കി വെക്കണം. അല്ലെങ്കിൽ മടക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യണം? അത് വ്യക്തമായിട്ടൊന്ന് വായിച്ചു നോക്കണം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അത് നമ്മൾ കേട്ടതിനേക്കായും അധികമായി ദൈവം നമ്മളെ ഉറപ്പിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ അതിനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ
പറയുമ്പോൾ ആമേൻ കേട്ടത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് ഹല്ലേലൂയ ലോകമാകുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിട്ടത് അവൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഭവനത്തിനകത്തിടങ്ങളിൽ വന്ന ആ ഭാഗം നമ്മൾ വായിച്ചെടുക്കുമ്പോൾ പിന്നെയും അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആഴമായി വേരൂന്നുകയാണ്. രാത്രികാലം അതിനെ പറിച്ചു കളയാൻ, അതിനെ നശിപ്പിച്ചു കളയാൻ ഒരു ചൂടിനും സാധനം പറ്റത്തില്ല, ഒരു മുഴുവനും പറ്റത്തില്ല, ഒരു പ്രാവയ്ക്കും പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അത് നിന്റെ അകത്തളങ്ങളിൽ അകത്തളങ്ങൾ വേരൂന്നി അത് ഹല്ലേലൂയ 30, 40, 100 മേനിയായി നമ്മുടെ ഈ നാട്ടിൽ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിലെല്ലാം നടക്കുന്നതാണ്. നമ്മളെല്ലാം വിശ്വാസികളാണ്. പക്ഷേ ആമേൻ വചനം നമ്മൾ ഗ്രഹിക്കുന്നില്ല, വചനം നമ്മൾ പഠിക്കുന്നില്ല, വായിക്കുന്നില്ല, അത് ചിന്തിക്കുന്നില്ല. ഇതുകൊണ്ട് എന്ത് പറ്റുന്നു? ആമേൻ അന്നരം കൊണ്ടതായിരിക്കുന്ന ആ ഒരു സന്തോഷം, അന്നരമായിരിക്കുന്ന ആ ഒരു ഉന്മാദം ഇത് മാത്രമേ ഉള്ളൂ. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ, ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില വേദനകൾ ജീവിതത്തിൽ വരുമ്പോൾ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവൻ നീ തളർന്നു പോകും, നീ ഇടറിപ്പോകും. അതുകൊണ്ടാണ് പറഞ്ഞത് വചനം നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ അവൻ നീ ധൈര്യത്തോടെ നിൽക്കാനിടയായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഹല്ലേലൂയ സാത്താനോട് വചനം കൊണ്ട് വെട്ടി അവനെ തകർത്ത് കളയുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് രാത്രികാലം ആ വചനം അവൻ 30, 60, 100 മേനിയായി നമ്മുടെ ഹൃദയത്തിൽ വിളയട്ടെ. അവൻ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആ സ്വർഗ്ഗത്തിന്റെ ഹല്ലേലൂയ രാജാതി രാജാവിരിക്കുന്ന രാജ്യത്തിലേക്ക് നമ്മൾക്കും ചെന്നെത്താൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ വചനം നമ്മളെ ക്രിയയിലുകൊണ്ട് ഓരോ ദിവസം പണിതെടുക്കാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നുണ്ട്. വേറെ വാക്കുകൾക്ക് വിരാമം വിളിക്കുന്നു. സ്വർഗ്ഗമേ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം മീറ്റിംഗ് കടന്നുവന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായി പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധ നീതിമാനുമായ സ്വർഗ്ഗത്തിലെ നല്ല ദൈവമായ കർത്താവേ, നിന്റെ സ്വന്തം അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളക്കാലം നിന്റെ സ്വന്തം കർത്താവേ, അതുപോലെ കർത്താവേ അടികൾ കടന്നു പാടുവാനും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം കൃപ തന്നു. അമ്മ ദൈവത്തിനാക്കാൻ അവിടുന്ന് സ്വർഗ്ഗ അവിടുന്ന് അമ്മ തന്റെ ജനത്തിനാണ് കൊടുക്കാൻ ഒരുക്കിയ